പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എൻ്റെ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യൻ ആരാണെന്നോ മനുഷ്യമൂല്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാതെ ഞാൻ, എനിക്ക്, എൻ്റേത് എന്ന ബോധത്തിൽ എല്ലാം എങ്ങനെയെങ്കിലും ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നേടണം, കെട്ടിപ്പടുക്കണം ഒരാഗ്രഹത്തോടെ, ഒരു വ്യഗ്രതയോടെ ധൃതിയിൽ കുതിച്ചു പായുന്ന ഒരു വല്ലാത്ത ലോകത്താണ് നമ്മളെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത്. അത് അങ്ങനെ എല്ലാവർക്കും അറിയാം. ആ ഒരു വ്യഗ്രമായ ഒരു തിടുക്കപ്പെട്ട ഓട്ടത്തിൽ നഷ്ടപ്പെടുന്നു പോകുന്ന, അതായത് ചവിട്ടി അരക്കപ്പെടുന്ന കുറേ ജന്മങ്ങൾ ഉണ്ട്. അത് പ്രത്യേകിച്ചും കൗമാരക്കാരികളായ പെൺകുട്ടികൾ തന്നെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവരാണ് ഈ ചവിട്ടി അരക്കപ്പെട്ടതിൽ ജീവിതം ഹോമിക്കപ്പെട്ട് പോകുന്ന ജന്മങ്ങൾ. പാവങ്ങളായ പെൺകുട്ടികൾ അവരുടെ ജീവിതം നിസ്സാരമായ പല കാര്യങ്ങളും അറിയാതെ പോയി ജീവിതം വല്ലാതെ നശിച്ചു പോവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരിലേക്ക് ചില കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നോ ജീവിതത്തിൽ പാലിക്കണമെന്നോ അല്ലാതെ അത് ജീവിതത്തിൽ ഒരു വ്യവസ്ഥയായി കൊണ്ട് നടക്കണമെന്നോ എന്നൊന്നും എനിക്ക് നിർബന്ധ ബുദ്ധിയില്ല. പക്ഷേ വീടുകളിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും തങ്ങളുടെ മക്കളിലേക്ക് നല്ല കാര്യങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ, ശാശ്വതമായതും ധാർമ്മികവുമായ മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സമയവും സൗകര്യവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നട്ടം തിരിച്ചിലും വ്യഗ്രത പിടിച്ച ഓട്ടത്തിലും തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പെൺമക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും പെൺമക്കളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആർക്കും സമയവും സൗകര്യവും ഇല്ല തന്നെ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിടുമ്പോൾ അത് ആരിലേക്കും അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണെന്ന് ഒരിക്കലും തോന്നരുത്. അറിയാവുന്ന കാര്യം മക്കൾ അനുസരിക്കേണ്ടത്, മക്കൾ അറിയേണ്ടത്, പ്രത്യേകിച്ചും പെൺമക്കൾ അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. എന്തെങ്കിലും തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ ഈ സ്മൃതികൾ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഗുരുദേവ സ്മൃതി, മനുസ്മൃതി, പരാശര സ്മൃതി, ഇങ്ങനെ പല സ്മൃതികളും ഉണ്ട്. ഈ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് കാലത്തിന് അതീതമായി നമ്മൾ ഏത് കാലത്ത് ജീവിച്ചാലും നമ്മൾ അനുസരിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളാണ് സ്മൃതികൾ ആയി രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ നല്ല നിയമങ്ങളുണ്ട്, നല്ല ഉപദേശങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഒരു വേദവാക്യം പോലെയുള്ള ഒരു വാക്യമാണ് വീടേ വിദ്യാലയം എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ വീടാണ് വിദ്യാലയമാക്കേണ്ടത് എന്ന്. അപ്പോൾ നമുക്ക് തോന്നും, എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് വിദ്യാഭ്യസിക്കേണ്ട ഒരു സ്ഥലമാണോ നമ്മളുടെ ഓരോരുത്തരെയും വീടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയല്ല. നമ്മുടെ മക്കൾക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിലൂടെ നമുക്കുണ്ടാകുന്ന മക്കൾക്ക് ആദ്യമായ ഒരു വിദ്യാലയം നമ്മളുടെ വീട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വീട്ടിൽ നിന്നാണ് ആ കുഞ്ഞിലേക്ക് എല്ലാ നല്ല കാര്യങ്ങളും ശാശ്വതമായതും മറ്റുള്ള എല്ലാ മൂല്യങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ദൈവികമായ എല്ലാ അനുഗ്രഹത്തോടും കൂടി തന്നെയാണ് പുറത്തു വരുന്നത്. ആ ദൈവികമായ അനുഗ്രഹത്തിൽ വരുന്ന ആ കുഞ്ഞിനെ നമ്മൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അമ്മയുടെ മുലപ്പാൽ കൊടുത്ത് തന്നെ 3 വർഷം വരെ വളർത്തണം. അങ്ങനെ വളർത്തുമ്പോൾ മാത്രമാണ് ആ കുഞ്ഞിലേക്ക് അമ്മയെന്ന സ്നേഹം, അമ്മയെന്ന ഭാവം, അമ്മയെന്ന ഒരു പരിഗണന ഉണ്ടാകുന്നത്. അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പാല് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് ഒഴുകിച്ചെല്ലുന്നത് പാല് മാത്രമല്ല, ഒരു മാതൃത്വം ആ കുഞ്ഞിൻ്റെ അവൻ്റെയോ അവളുടെയോ ആ ഹൃദയത്തിലേക്ക്, അവൻ്റെ ശരീരത്തിലേക്ക് ആകെപ്പാടെ അങ്ങ് പടർന്ന് കയറും. ആ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഓരോരോ മുക്കലും മൂളലും മാന്തലും ചൊറിച്ചിലും എല്ലാം കാണിക്കുന്നത് പാല് കൊടുത്ത അമ്മമാർക്ക് അറിയാൻ പറ്റും. ആ അമ്മയ്ക്കും അതിൽ ഒരു അനുഭൂതി ഉണ്ടാകും. ഇതിലൂടെ കിട്ടുന്നത് ആ അമ്മയ്ക്കും ആ കുട്ടിക്കും കിട്ടുന്നത് ഒരു സ്വർഗതുല്യമായ
ഒരു സുഖമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതിലൂടെ കുഞ്ഞിലേക്ക് നമ്മൾ കുഞ്ഞിൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാനുള്ള എല്ലാം കൊടുക്കുകയാണ്. സ്നേഹിക്കുന്നു, ലാളിക്കുന്നു, പരിഗണിക്കുന്നു, വേണ്ടതെല്ലാം കുഞ്ഞിന് കൊടുത്ത് തന്നെയാണ് അമ്മ പാലൂട്ടി വളർത്തുന്നത്. ഇപ്പോഴത്തെ അമ്മമാർക്ക് പാലൂട്ടാനുള്ള ഒരു സാഹചര്യവും സൗകര്യവും ഇല്ല. 3 വർഷം പോയിട്ട് ഒരു 60 ദിവസം പോലും പാൽ കുടിക്കാത്ത മക്കൾ നമ്മളുടെ ഇടയിൽ ഉണ്ട്. അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് അവരുടെ ഭൗതികമായ തലം വളരുകയില്ല. സദ്ബുദ്ധിയും ഭൗതികമായ തലവും വളരുന്നത് കുട്ടിയിൽ 5 വയസ്സ് വരെയാണ്. ഈ 5 വയസ്സ് വരെ കുട്ടിയെ പരിലാളിച്ചും സ്നേഹിച്ചും വളർത്തുമ്പോൾ ആ കുഞ്ഞിലേക്ക് എന്തെന്നില്ലാത്ത അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 3 വയസ്സോടെ നമ്മൾ കുട്ടിയെ കളിക്കാനുള്ള പ്രായമാകുമ്പോൾ കുട്ടിയിലേക്ക് കളിപ്പാട്ടമാണ് വെച്ചു കൊടുക്കുന്നത്. കളിപ്പാട്ടം വാങ്ങി അതിനെ നമ്മൾ അലുമാരിയിൽ സൂക്ഷിക്കരുത്. കുഞ്ഞിന് കളിക്കാൻ കൊടുക്കണം. കുഞ്ഞ് അത് വൈകുന്നേരവും രാവിലെയും എല്ലാ സമയത്തും എടുത്ത് കളിച്ച് കുഞ്ഞ് രാത്രിയാവാം നേരത്തത് കുട്ടി എവിടെയെങ്കിലും ഇട്ട് കളഞ്ഞിട്ട് പോകും. ആ പോകുന്ന സമയത്ത് കുഞ്ഞ് കാണുന്ന വിധത്തിൽ നമ്മൾ ആ കളിപ്പാട്ടങ്ങൾ, അച്ഛനും അമ്മയും ആരായാലും കൊള്ളാം, ആ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് വൃത്തിയായി ഭംഗിയായി ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഏതെങ്കിലും ഒരു സൂക്ഷിക്കാൻ പറ്റിയ ഒരവസ്ഥയിൽ അത് സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കണം. കുട്ടി കാണണം. കുട്ടിയോട് പറയരുത്. എപ്പോൾ കുട്ടി ഇത് നോക്കി അത് അനുകരിക്കാൻ പഠിക്കും. അച്ഛനും അമ്മയും എൻ്റെ കളിപ്പാട്ടത്തെ ഇന്നതുപോലെ ഭംഗിയായി മാറ്റി വെക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കാതെ വെക്കാൻ, അടക്കി ഒതുക്കി വെക്കാൻ അച്ഛനും അമ്മയും ശ്രമിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയെ അടക്കി ഒതുക്കാൻ വെക്കുന്നു എന്നത് തന്നെയാണെന്ന് ആ കുട്ടിയിലേക്കുള്ളൊരു ബോധം നമ്മൾ കൊടുക്കുകയാണ്. 3 ദിവസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 4-ാമത്തെ ദിവസം അമ്മയോ അച്ഛനോ കളിപ്പാട്ടം എടുത്ത് സൂക്ഷിക്കാൻ വരുമ്പോൾ ആ കുട്ടി തന്നെ അത് പെറുക്കിയെടുത്ത് അത് വെക്കേണ്ട പാത്രത്തിൽ വെച്ച് വെക്കേണ്ടിടത്ത് കൊണ്ടുവെക്കാൻ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ അനുകരിക്കാൻ പഠിക്കുകയാണ് കുട്ടിയുടെ നല്ല അനുകരണശീലമാണ് അത്. അങ്ങനെ ഓരോ കാര്യത്തിലും അവൻ്റെ ചെരുപ്പിലായാലും അവൻ്റെ ഷൂ ആയാലും അവനെ നഴ്സറി സ്കൂളിൽ വിടുമ്പോൾ കൊണ്ടുപോകുന്ന പുസ്തകം, കുട, റബ്ബർ ഇതെല്ലാം ആയാലും നമ്മൾ എല്ലാം സൂക്ഷിച്ച് വെക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ കുട്ടി അത് അനുകരിക്കാൻ പഠിക്കും. അവനെ അല്ലെങ്കിൽ അവളെ ഒരിക്കലും അനുസരിപ്പിക്കാൻ നമ്മൾ തുനിയരുത്, അനുകരിക്കും. അച്ഛനെയും അമ്മയെയും അനുകരിച്ച് ശാശ്വതമായ മൂല്യങ്ങൾ ആ കുട്ടിയിലേക്ക് വളരും. അത് ഉറപ്പാണത്. ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയം ഇപ്പോൾ നമ്മുടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഒരിക്കലും ചെയ്ത് കുട്ടിയുടെ ഭൗതിക തലം വളരുന്നത് അപ്പോൾ തന്നെയാണ്. പിന്നെയോ കുട്ടിയിലേക്ക് 7 വയസ്സാകുമ്പോൾ കുട്ടിയിലേക്ക് ദൈവീകത 4 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയിലേക്ക് ദൈവീകത വളർത്തിക്കൊടുക്കണം. ദൈവം ഉണ്ട്, അപ്പം മാത്രം പോരാ, അവനിൽ ദൈവവും ഉണ്ട് എന്ന ബോധം വളർത്തി കൊടുക്കണം. ഒരു ജന്മം സഫലമാകാൻ ആഹാരം മാത്രം പോരാ, ദൈവികതയും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച് കുഞ്ഞിലേക്ക് ദൈവികത ഇട്ടുകൊടുക്കാൻ തന്നെ പഠിപ്പിക്കുമ്പോൾ അവൻ ദൈവത്തോട് അടുക്കും. എല്ലാ കാര്യത്തിലും നമ്മൾ ദൈവത്തോട് അടുത്ത് തന്നെ മക്കളെ ഇരുത്താൻ പഠിപ്പിക്കണം. നമ്മളിൽ വലുതായ ഒരു ശക്തി, നമ്മളെക്കാൾ വലുതായ ശക്തി ഈ ഒരു ലോകത്തുണ്ട് എന്നും ആ ശക്തിയെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം, ആദരിക്കണം എന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരിൽ മൂല്യങ്ങൾ നല്ലതുപോലെ വളർന്ന് തന്നെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതെല്ലാം കഴിയുമ്പോൾ 7 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയിലേക്ക് വൈകാരികമായ ചിന്തകൾ വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ വേണ്ടാത്തതിനെ തിരസ്കരിക്കാനും വേണ്ടുന്നതിനെ സ്വീകരിക്കാനും ആ കുട്ടിയിലേക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെറുതായി ശിക്ഷിക്കുകയും ശാസിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ വൈകാരികമായ ബുദ്ധി വളരുന്ന സമയത്ത് കുട്ടികൾക്ക് അനുസരണക്കേട് ഉണ്ടാകും. അവരെ വല്ലാതെ ശകാരിക്കാനോ വല്ലാതെ ശാസിക്കാനോ പോകരുത്. സ്നേഹമിശ്രണമായ ഭാഷയിൽ സ്നേഹത്തോടെ പരിലാളനയോടെ അവരിലേക്ക് പലതും നമ്മൾ എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകും. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ അവർ 9, 10, 11, 12 വയസ്സ് വരെ എത്തുമ്പോൾ അവർ കൗമാരപ്രായത്തിൽ എത്തുകയാണ്. ഈ കൗമാരപ്രായത്തിലാണ് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലം വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടമാണ്. അതായത് വേണ്ടാത്തതെല്ലാം ചെയ്യണമെന്നും ആരെ അനുസരിക്കരുതെന്നും അങ്ങനെയുള്ള ഓരോരോ ഭാവങ്ങൾ
ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരപ്രായം. ഈ കൗമാരപ്രായത്തിൽ തെറ്റുകൾ ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക്, പ്രത്യേകിച്ചും പെൺകുട്ടികളിലേക്ക്, കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവർ ചെയ്യേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി നല്ലതുപോലെ ബോധവാന്മാരാക്കണം. അങ്ങനെ ഒരു അപ്പോൾ നമ്മുടെ മഹാഭാരതത്തിൽ കൗമാരപ്രായത്തിൽ പറ്റിയ ഒരു കഥ ഭംഗിയായി നമ്മളുടെ വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പെൺമക്കളെ അറിയിക്കാൻ തന്നെയാണ് അത് പറഞ്ഞത്. നടന്നതായാലും കൊള്ളാം, നടക്കാത്തതായാലും കൊള്ളാം, പക്ഷേ നല്ലൊരു തത്വം, എല്ലാവരും പെൺകുട്ടികൾ പ്രത്യേകിച്ചും അനുസരിക്കേണ്ട ഒരു വലിയ തത്വമാണ് ആ വ്യാസമഹർഷി നമ്മൾക്ക് മഹാഭാരതത്തിലൂടെ തന്നിരിക്കുന്നത്. അതായത് കുന്തിക്ക് കൗമാരപ്രായത്തിൽ പറ്റിയ ഒരു അപകടം, അറിവില്ലായ്മ കൊണ്ട്, പറഞ്ഞു കൊടുത്തിട്ടില്ല, ആരും പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കുന്തിയിലേക്ക് പറ്റിയ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. കൗമാരപ്രായം എന്ന് പറയുന്നത് കുൽസിത മാരഭാവം എന്നാണ്. കുൽസിത എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായ, ആക്ഷേപാർഹമായ, വെറും നിന്ദ്യമായ കാര്യം തന്നെയാണ് എന്നാണ് കുൽസിത എന്ന് പറയുന്നത്. അപ്പോൾ കുൽസിതമായ മാരഭാവത്തെയാണ് നമ്മൾ കൗമാരപ്രായം എന്ന് പറയുന്നത്. അതായത് പക്വതയില്ലാത്ത, നാണമില്ലാത്ത കാമഭാവത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു ഭാവം. അത് തൊടണ്ടാത്തത് തൊടണമെന്നും അനുഭവിക്കേണ്ടാത്തത് അനുഭവിക്കണമെന്നും കാണാത്തത് കാണണമെന്നും തോന്നുന്ന ഒരു പക്വതയില്ലാത്ത, ഒരു നാണമില്ലാത്ത ഒരു ഭാവം കുട്ടികളിൽ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ കൗമാരപ്രായം. ചെയ്യേണ്ടാത്തത് ചെയ്യണം എന്ന് ശരിക്കും വല്ലാതെ ദൃഢമായി, വാശിയായി തോന്നുന്ന ഒരു കാലമാണ് അത്. അതിലേക്ക് അവരെ ചെന്നെത്തിക്കുന്നത് അവരുടെ പ്രായത്തിൻ്റെ ആ ഒരു വിചാരങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ കുന്തി ദേവിക്ക് സംഭവിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ കൗമാരപ്രായക്കാരിയായ പെൺകുട്ടികൾക്ക് അറിവില്ലാത്ത കാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. നമ്മുടെ കുന്തിയുടെ അച്ഛന് 2 മക്കളായിരുന്നു. പക്ഷേ കുന്തിയുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവുമായ ശൂരൻ എന്ന ഒരാൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് കുന്തിയുടെ പേര് പൃഥ എന്നായിരുന്നു. ആ പൃഥയെ കുന്തിയുടെ അച്ഛൻ ശൂരന് കുന്തിയുടെ അച്ഛനായ ശൂരൻ കൂട്ടുകാരന് കൊടുക്കുകയാണ്. അപ്പോൾ കുന്തി ഭോജന് മകളെ വളർത്താൻ കൊടുത്തു. അപ്പോൾ കൊച്ചു പെൺകുട്ടിയെ അച്ഛൻ ഉപേക്ഷിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരച്ഛനും അമ്മയും എത്ര ഇല്ലാത്തവരായാലും പ്രത്യേകിച്ച് പെൺമക്കളെയും മറ്റുള്ളവരുടെ കയ്യിൽ വളർത്താൻ കൊടുക്കരുത് എന്നൊരു തത്വം നമ്മളെ അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര നല്ല പോലെ വളർത്തും എന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ നമ്മൾ വേറൊരച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ വളർത്താൻ കൊടുക്കരുത്. ആത്മാർത്ഥമായ ഒരു പരിലാളനം, ഒരു പരിസേവനം അവിടെ ഉണ്ടാവുകയില്ല. ഒന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവർ താല്പര്യപ്പെടുകയില്ല. നമ്മൾ പ്രസവിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുകയില്ല എന്ന ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുന്തി ഭോജന് മകളെ കൊടുത്തു. കുന്തി ഭോജൻ പൃഥയെ നല്ലതുപോലെ തന്നെ വളർത്തി വലുതാക്കി. അങ്ങനെ അപ്പോൾ പൃഥ എന്ന കുട്ടിയിൽ നിന്നും കുന്തിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അവിടെ നടന്നു. കുന്തി ഭോജൻ വളർത്തിയതുകൊണ്ട് പൃഥയ്ക്ക് കുന്തി എന്ന പേര് കിട്ടി. കുന്തി 12 വയസ്സുള്ള കുട്ടിയായി മാറി. നല്ല സുന്ദരിയായ യൗവനത്തിലേക്ക് കുന്തി കടക്കുന്ന കാലം ഒരു ദിവസം നമ്മുടെ ദുർവാസാവ് എന്ന മഹർഷി, നമ്മൾ ദുർവാസാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല മഹർഷിയേ അല്ല. എല്ലാവർക്കും എപ്പോഴും ശാപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായ ദുഷ്ടനായ ഒരു മഹർഷി തന്നെയാണ് ദുർവാസാവ്. ദുർവാസാവിൻ്റെ മഹർഷിയുടെ മനസ്സിൽ ഒരിക്കലും ആർക്കും നന്മ ചെയ്യണം എന്നൊരു ബോധം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള മനുഷ്യന്മാരും നമ്മുടെ ഈ ലോകത്തുണ്ട് എന്ന് നമ്മെ ആ കഥ
കഥയിലൂടെ പഠിപ്പിക്കുകയാണ്. ദുർവാസാവ് എന്ന മഹർഷി നമ്മുടെ കുന്തിഭോജൻ്റെ വീട്ടിലേക്ക് വന്നു. 3 ദിവസം ഏതോ കാര്യത്തിനായി അയാൾക്ക് അവിടെ തങ്ങേണ്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ കുന്തിഭോജൻ പൃഥയെ ദുർവാസാവിനെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. അതേ കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയെ, യൗവനത്തിലേക്ക് ഇങ്ങനെ കടന്നു തുള്ളുന്ന ഒരു പെൺകുട്ടിയെ, തെറ്റേത് ശരിയേത് എന്നറിയാതെ ചെയ്യേണ്ടാത്തത് ചെയ്യണം എന്ന് തോന്നുന്ന പ്രായക്കാരിയായ ഒരു പെൺകുട്ടിയെ ദുർവാസാവിനെ ശുശ്രൂഷിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത അതിഥിയാണ്. അതിഥി മഹർഷിയാണ്. മഹർഷിയെ നല്ലതുപോലെ സേവിക്കണം, ശുശ്രൂഷിക്കണം, മഹർഷിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സാധിച്ചു കൊടുക്കണം എന്നൊരു വ്യവസ്ഥ ഉള്ള കാലഘട്ടം. മഹർഷിയെ ശുശ്രൂഷിക്കാൻ, സേവിക്കാൻ, പരിചരിക്കാൻ ആ കൗമാരക്കാരിയായ പൃഥയെ ഏൽപ്പിക്കുകയാണ്. പൃഥ ആ കർമ്മങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു. എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യിച്ചു എന്ന് ഒന്നും ആരും പറഞ്ഞിട്ടില്ല ആ മഹാഭാരതത്തിൽ. പക്ഷേ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ വേണ്ടാത്തതൊന്നും ആ മഹർഷി ചെയ്യാൻ താല്പര്യപ്പെടുകയില്ല. കാരണം ആതിഥേയന് വിഷമമുണ്ടാകും. ആതിഥേയൻ ഒരു തരത്തിലും തന്നെ സ്വീകരിച്ചിരുത്തിയ ആതിഥേയനാണ്. അയാൾക്ക് വിഷമം ഉണ്ടാക്കി കൊടുക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ആ ദുർവാസാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുർവാസാവ് വേണ്ടാത്തൊരു കാര്യവും പൃഥയിലേക്ക് ഏൽപ്പിച്ചില്ല. അവൾ ആ കാര്യം നല്ലതുപോലെ ഭംഗിയായി പരിചരിക്കുക തന്നെ ചെയ്തു. ആ പരിചരണത്തിൽ തൃപ്തനായ ദുർവാസാവ് ഒരു സമ്മാനം കൊടുത്തു. നമ്മളെല്ലാവർക്കും നമുക്കൊരു തൃപ്തി വരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കും. ആ സമ്മാനം ഒരു നാശത്തിൻ്റെതായ ആവാൻ എങ്ങനെയിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഒരാൾക്ക് സ്നേഹത്തോടെ അയാൾ നശിക്കാൻ വേണ്ടി ഒരു സമ്മാനം സമ്മാനം എന്ന വാക്കിന് തന്നെ ഒരു സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. ആ സന്തോഷിക്കേണ്ടടുത്ത് നശിക്കാനുള്ള ഒരു സമ്മാനം കൊടുത്താൽ എങ്ങനെയിരിക്കും എന്ന് നമ്മുടെ പെൺമക്കൾ മനസ്സിലാക്കണം. ദുർവാസാവ് ആ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി ഒരു സമ്മാനം കൊടുത്തു. ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു. ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ മന്ത്രം ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ചാലും ആ ദേവൻ നിനക്ക് സന്താനലബ്ധി ഉണ്ടാക്കിത്തരുമെന്ന്. നോക്കണേ, ഒരു പ്രായക്കാരിക്ക് ഒരു മഹർഷി കൊടുത്ത ഒരു വല്ലാത്തൊരു സമ്മാനം, ഒരു പ്രസൻറ്റ്. ആ പ്രസൻറ്റ് ആ കുട്ടി വെറുതെ അങ്ങ് കേട്ടു എന്നല്ലാതെ ആ പറഞ്ഞ മന്ത്രം ആ കുട്ടി നല്ലതുപോലെ ഹൃദയസ്ഥമാക്കി. എന്നുവെച്ചാൽ ദുർവാസാവ് കൊടുത്ത മന്ത്രമല്ലേ, അതുകൊണ്ട് കുട്ടി അത് നല്ലതുപോലെ ഹൃദയസ്ഥമാക്കി വെച്ചു. പക്ഷേ ആ കേട്ട സമയത്ത് അതൊന്ന് പരിശോധിക്കണം ഒന്നൊന്നും ആ കുട്ടിക്ക് തോന്നിയില്ല. അങ്ങനെ മഹർഷി സന്തോഷത്തോടെ പോവുകയാണ്. കാര്യം ഈ കുട്ടിയെ നശിപ്പിക്കാൻ മാത്രം തന്നെയാണ് ആ മഹർഷി തുനിഞ്ഞത്. മഹർഷിയുടെ മനസ്സിൽ വൈരാഗ്യബുദ്ധി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമ്മുടെ പെൺമക്കൾ കൃത്യമായും സത്യമായും മനസ്സിലാക്കണം. സ്നേഹം അഭിനയിച്ച് പലതരത്തിലുള്ള കള്ളത്തരങ്ങളും കാപട്യങ്ങളും കാണിക്കാൻ സന്നദ്ധരായ മനുഷ്യരും നമ്മളുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൃഥ ആ ഒരു മന്ത്രം മനസ്സിലിങ്ങനെ ഉരുവിട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി കുട്ടി സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങി. കാരണം മഹർഷിയെ സ്വീകരിച്ചതാണ്, മഹർഷിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതാണ്. മഹർഷി എനിക്ക് ഒരു വരം ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്ന് ആ ഒരു കൗമാരക്കാരിക്ക് സന്തോഷവും തോന്നി. അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ എണീച്ചു. അച്ഛൻ്റെ കുന്തിഭോജൻ്റെ മണിമാളികയുടെ മുകളിൽ കയറി അവിടെ നിന്നപ്പോൾ രാവിലെയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് ഉണരണം എന്ന് കുന്തിക്കറിയാമായിരുന്നു. അങ്ങനെ ഉണർന്ന് മണിമാളിക മുകളുടെ പോയി നിന്നപ്പോൾ സൂര്യഭഗവാൻ അഗ്നിദേവൻ സുന്ദരനായി കത്തി ജ്വലിച്ചുകൊണ്ട് മനോഹരമായ രൂപത്തോടെ നിൽക്കുന്നതാണ് പൃഥ കണ്ടത്. ആ അഗ്നിദേവനെ കണ്ടപ്പോൾ, സൂര്യഭഗവാനെ കണ്ടപ്പോൾ പൃഥയുടെ മനസ്സിൽ തോന്നേണ്ടാത്തത് തോന്നേണ്ടുന്ന പ്രായം. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേ തോന്നേണ്ടാത്തത് അരുതാത്തത് ചെയ്യണം എന്ന ഒരു പ്രായം, ഒരു മനസാന്നിധ്യം അവളിലേക്ക് ഓടി വന്നു. നിനക്ക് മഹർഷി എന്ന മന്ത്രം ഒന്ന് ചൊല്ലിക്കൂടെ എന്ന് അവളുടെ അന്തരാത്മാവ് മന്ത്രിച്ചു. പിന്നെ പൃഥ ഒന്നും ചിന്തിച്ചില്ല. കാരണം കൗമാര പ്രായമാണ്. ഈ കൗമാരപ്രായത്തിൽ ചെയ്യേണ്ടാത്തത് ചെയ്യണം, കാണേണ്ടാത്തത് കാണണം, തൊടേണ്ടാത്തത് തൊടണം എന്ന് തന്നെ തോന്നുന്ന ആ പ്രായം കുൽസിത മാരഭാവം. ആ മാരഭാവം അവളിലേക്ക് അങ്ങനെ പത്തി ഉയർത്തി പൊങ്ങാൻ തുടങ്ങി. അവൾ ഓർക്കാതെ പൊടുന്നനെ ആ മഹർഷി പറഞ്ഞ മന്ത്രം അവിടെ ഉരുവിട്ട ആ തൽക്ഷണം
സൂര്യഭഗവാൻ ഇവളുടെ മുമ്പിൽ സുന്ദരനായി, ആരോഗ്യദൃഢഗാത്രനായി, മനോഹരനായി, കത്തിച്ചൊലിക്കുന്ന പ്രഭയോടെ പൃഥ്വിയുടെ മുമ്പിൽ വന്നു നിന്നു. പൃഥ ഒന്ന് പരുങ്ങി വന്നു നിന്ന ആ സൂര്യഭഗവാൻ പൃഥ്വിയുടെ കയ്യിലേക്കൊന്ന് കയറി പിടിച്ചു. ആ കയ്യിലേക്ക് കയറി പിടിച്ചപ്പോൾ പൃഥ്വിയിലെ കൗമാരം വല്ലാതങ്ങ് തുളുമ്പിപ്പോയി. നമ്മൾ വാസവതയിലേ കേട്ടിട്ടില്ലേ? പിന്നെ തർക്കം പറഞ്ഞില്ലയോ മേലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. അതേ സന്യാസി ആ വെള്ളത്തിന് വേണ്ടി നമ്മുടെ ചണ്ടാലി പെണ്ണിൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടിയപ്പോൾ അവളുടെ മനസ്സ് പതറിപ്പോയി. അവൾ കന്യകയാണ്, അവൾ കൗമാരപ്രായക്കാരിയാണ്. ഒരു സുന്ദരനായ ഒരാൾ വന്ന് കൈ നീട്ടി നിന്നപ്പോൾ അവൾ എല്ലാം മറന്ന് അതിലേക്ക് അങ്ങ് ലയിച്ചു പോയി എന്ന് നമ്മളെല്ലാം പഠിച്ചില്ലേ? അതുപോലെ സൂര്യഭഗവാൻ, കത്തിജ്വലിക്കുന്ന സൂര്യഭഗവാൻ, ദൃഢഗാത്രനായ സൂര്യഭഗവാൻ കുന്തിദേവിയുടെ മുമ്പിൽ കൈ പിടിച്ചു നിന്നപ്പോൾ അവൾ വല്ലാതൊന്ന് പതറി. എങ്കിലും ഒന്ന് കുതറി ഒരു കാല് പുറകോട്ട് വെച്ചിട്ട് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒന്നും അറിയാത്ത കൗമാരക്കാരിയാണ്. ഒരു കൗമാരക്കാരി അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അത് ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂര്യഭഗവാൻ ഒന്നും വേണ്ടിയില്ല. സൂര്യഭഗവാന് കാമാസക്തി ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവളിലേക്ക് ലയിക്കണം എന്ന് തന്നെ തോന്നി. തീർത്തും അതുതന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യരുതാത്ത പ്രവൃത്തി അവിടെ ചെയ്തു. എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കണം, ഒരു വരം വെറുതെ ഉരുവിട്ടതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയില്ല. ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഒരു പുരുഷൻ്റെ ബീജം ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിലേക്ക് വീഴണം എന്ന് എല്ലാ അമ്മമാരും മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാൺകുട്ടിയും പെൺകുട്ടികളും കീപ്പ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ഗേൾ. ഒരാണും പെണ്ണും എപ്പോഴും ഒരു കൃത്യ ദൂരം പാലിക്കണം. സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും നിൽക്കുന്നതിലും എല്ലാ കാര്യങ്ങളിലും കൃത്യ ദൂരം പാലിക്കണം. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടാനോ വിരൽ തൊടാനോ, ശരീരത്തിലേക്ക് ഒന്ന് തലോടാനോ, എവിടെയെങ്കിലും വേണ്ടാത്ത സ്ഥലത്തൊന്ന് തൊടാനോ തലോടാനോ ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയും സമ്മതിക്കരുത്. ആ കൗമാരപ്രായം എന്ന് പറയുന്നത് വളരെ വളരെ അപകടം പിടിച്ച, തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ് എന്ന് മക്കൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിക്കും പെൺകുട്ടികളുടെ ജീവിതം, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കർത്തവ്യങ്ങളും കടമകളും പെൺകുട്ടികൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാൻ അച്ഛനമ്മമാർ അവരെ പഠിപ്പിച്ച് പ്രബുദ്ധരാക്കി തന്നെ വിടണം എന്ന് മറന്നു പോകരുത്. ഇപ്പോൾ പെൺകുട്ടികളിലേക്ക് പറയേണ്ടുന്ന കാര്യം ഭംഗിയായി തന്മയത്വത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ പറ്റില്ല. അത് നേരത്തെ തന്നെ കുട്ടി ജനിച്ച് കഴിയുമ്പോൾ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി പറഞ്ഞ് അവരിലേക്ക് കൊടുക്കുമ്പോൾ അവർ അച്ഛനും അമ്മയുമായി നമ്മളെ അംഗീകരിക്കും. അവരുടെ മനസ്സിൽ അച്ഛനും അമ്മയും തളരാത്ത വാടാത്ത വൻ അൽമരമായും തുളസിയായും, അച്ഛൻ ഒരു അൽമരമായും എല്ലാ സഹായവും എല്ലാ സ്നേഹവും സമ്പന്നതും തരുന്ന ഒരു വലിയ അൽമരമായും, അമ്മ ഒരു തുളസിയായും, അതേ ഔഷധമണമുള്ള സ്നേഹം, വാത്സല്യം ഇതെല്ലാം കോരിത്തരുന്ന ഒരു പ്രതീകമായി മക്കളുടെ മനസ്സിൽ വളരും. അപ്പോൾ ഈ കൗമാരപ്രായത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ അവർക്ക് തോന്നിയാലും എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് അവർ വേദനയോടെ നടുക്കത്തോടെ ഓർക്കും. തെറ്റിലേക്ക് അവർ പോവുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം, ഒരു പൂവിൽ ഒരു വിത്തുണ്ടാവണമെങ്കിൽ, ആ വിത്ത് മുളക്കണമെങ്കിൽ ആൺപൂവിലെ ബീജം പെൺപൂവിലേക്ക് വരണം. അങ്ങനെ ആ ബീജം അത് വളർന്ന് വിത്തായി അത് കളിപ്പിച്ചാൽ മാത്രമേ വേറൊരു ചെടി ഉണ്ടാവുകയുള്ളൂ എന്ന് മക്കളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും ഒരു വേദമന്ത്രം ഓതിയത് കൊണ്ടോ ഒരു പുരുഷനൊന്ന് ശരീരത്ത് തൊട്ടത് കൊണ്ടോ ഒരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാവുകയില്ല. അതിൻ്റേതായ ഒരു പ്രവൃത്തി തന്നെ ഉണ്ടാവണം. ആ ഒരു സെക്സ്വൽ റിലേഷൻ ഉണ്ടായാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാവൂ എന്ന് മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. അവർ അങ്ങനെ വഴിതെറ്റിപ്പോയാൽ പാഴാകി പോകുന്നത് അവരുടെ ജീവിതമാണ്. അങ്ങനെ ആ കുന്തി ദേവി ആ സൂര്യഭഗവാനിൽ നിന്നും ഗർഭിണിയാവുകയാണ്. ആ നിമിഷം മുതൽ കുന്തി പിന്നെ ചിരിച്ചിട്ടേയില്ല. കുന്തിയുടെ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ പറ്റിയ ഒരബദ്ധം, അതേ നമ്മുടെ ദുർവാസാവ് കൊടുത്ത ആ ഒരു സമ്മാനത്തിൻ്റേതായ ഒരു പ്രതിഫലനം ആ കുട്ടിയിൽ കാണാൻ തുടങ്ങി. അന്നു മുതൽ കുട്ടി തെറ്റ് ചെയ്തു എന്നവൾക്ക് തോന്നിയ നിമിഷം മുതൽ പിന്നെ കുന്തി ചിരിച്ചിട്ടേയില്ല. സന്തോഷം എന്തെന്ന്
കുന്തി അറിഞ്ഞിട്ടേയില്ല, കുന്തിക്ക് അറിയാൻ പറ്റിയതില്ല. ഗർഭഭാരം ചുമന്ന് നടന്നപ്പോഴും അവളിൽ വേദനകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയായിരുന്നു. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു വേദന. ആരോടും പറയാതെ പ്രസവിച്ചു. അതിനെ കൊണ്ടു കളഞ്ഞപ്പോൾ പിന്നെ ജീവിതം മുഴുവൻ വേദന തന്നെ മാത്രം അനുഭവിച്ച ഒരു ചരിത്രമാണ് മഹാഭാരത ചരിത്രത്തിലെ കുന്തി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കുന്തി കർണനിൽ ജന്മം കൊടുത്തില്ലായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം, അതേ 45 ലക്ഷം ജനങ്ങൾ മരിച്ചുപോയ ആ മഹാഭാരത യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു. കൊന്നൊടുക്കിയ ആ മഹാഭാരത യുദ്ധം കുന്തി ദുർവാസാവ് കൊടുത്ത ആ ഒരു സമ്മാനം കുന്തി പ്രവർത്തിച്ചു നോക്കി. അരുതാത്ത പ്രായത്തിൽ, ചെയ്യണ്ടാത്ത പ്രായത്തിൽ ചെയ്തു പോയതിൻ്റെ ഒരു പാപഭാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മഹാഭാരതത്തിൽ എത്രയോ വർഷം മുമ്പ് തന്നെ നമ്മുടെ വ്യാസ മഹർഷി പെൺകുട്ടികൾ അനുസരിക്കേണ്ട കാര്യത്തെപ്പറ്റി പറഞ്ഞു തന്നിരിക്കുന്നു. അത് നമ്മൾ അച്ഛനമ്മമാർ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് അത് നമ്മളിലേക്ക്, ആ കഥയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. എല്ലാ അച്ഛനമ്മമാരും മക്കളിലേക്ക് ഓരോ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്താൽ ഒരു മക്കളും അനുസരിക്കത്തില്ല. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സമയവും സൗകര്യവും ഓരോ അച്ഛനമ്മമാരും കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾ എല്ലാവരും ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് പല വൃത്തികേടുകളും അരുതാത്ത കാര്യങ്ങളും ചെയ്ത് നശിച്ചു പോവുകയാണ് എന്ന് മറന്നുപോലും പല കുട്ടികളും ആത്മഹത്യ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ ആൺകുട്ടികൾ അവരുമായി അടുത്തതിന് ശേഷം കുറേ കഴിയുമ്പോൾ തേച്ചിട്ട് പോവുക എന്നൊരു പ്രക്രിയ അവർക്ക് ഒരു ഫാഷനാണ്. ഒരു പെൺകുട്ടിയെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കഴിയുമ്പോൾ തേച്ചിട്ട് പോവുക എന്നൊരു പ്രക്രിയ അത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവർ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ പെൺകുട്ടികൾ അതിലേക്ക് ഒരു കാരണവശാലും വീണു പോകരുത്. നമ്മൾ നല്ല കുട്ടികളായി വീടേ വിദ്യാലയം എന്ന ഒരു തത്വം അച്ഛനമ്മമാർ പാലിച്ച് കുഞ്ഞുമക്കളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് വളരുമ്പോൾ എത്തിക്കേണ്ട, എങ്ങനെ വളർന്നു വരുമ്പോൾ എത്തിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മക്കളെ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. എല്ലാവരും അത് അനുസരിക്കണമെന്നോ അനുസരിപ്പിക്കണമോ എന്ന ഒരു ബോധം, ഒരാഗ്രഹം എനിക്കില്ല. എങ്കിലും മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യമാണ് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ. അല്ലാതെ മൃഗങ്ങൾക്കൊന്നും ഈ അവസ്ഥ ഇല്ല. അങ്ങനെ ശൈശവത്തിലൂടെ വളരുമ്പോൾ, ബാല്യത്തിലൂടെ വളരുമ്പോൾ, കൗമാരത്തിലൂടെ വളരുമ്പോൾ, യൗവനത്തിലെത്തുമ്പോൾ, പിന്നെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ അവനവൻ ചെയ്യേണ്ടതായതും അനുസരിക്കേണ്ടതായും മറ്റുള്ളവർ പറഞ്ഞു തരേണ്ടതായും അനുസരിപ്പിക്കേണ്ടതായുമുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് എന്നൊരു ബോധത്തോടുകൂടി എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഒരു മക്കളും ഒരിക്കലും പാഴായി പോകരുത്. ഒരു മനുഷ്യജന്മം ഭൂമിയിൽ കിട്ടുന്നത് സന്തോഷത്തോടെ, സുഖത്തോടെ, സമൃദ്ധിയോടെ ജീവിച്ച് തീർക്കാൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. അതായത് ആയുരാരോഗ്യ സുഖദായകമായ ഹിതപ്രദമായ ഗുരുവചനങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ എല്ലാവർക്കും സുഖമുള്ള ജീവിതം, നല്ല ജീവിതം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മോളെ, എൻ്റെ മോനെ നല്ലതാക്കി വളർത്തണം എന്ന് തന്നെയാണ്. നല്ലതാക്കി വളർത്തണമെങ്കിൽ അത് ജനിച്ചു കഴിഞ്ഞ മുതൽ കുഞ്ഞിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും സത്യമായും നിഷ്ഠയായും കൊടുക്കുക തന്നെ വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.